ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി റിവ്യൂ ഓഫ് ഓൾഡ് സ്കൂൾ ബോയ്സ്. അപ്പോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓണം റിലീസായ നമ്മുടെ സ്വന്തം ചന്തുവിന്റെ അതെ ചന്തുവിന്റെ നമ്മളെ ചങ്കും ചങ്കെടുപ്പുമായ ചന്തുവിന്റെ സിനിമ തന്നെ ആദ്യം കാണാന്ന് വിചാരിച്ചു. ലോക. അതെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ലോക? ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അമേസിംഗ്. നല്ല രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്, റിയലി അമേസിംഗ്. അല്ല ഗൈസ്, ഇത് തോന്നും കേട്ടോ. അല്ല, നല്ല സിനിമ, നല്ല പടം. ഒരു മലയാളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സൂപ്പർ ഹീറോ പടം. കഴിഞ്ഞ കുറച്ച് മാർവൽ സിനിമയെക്കാട്ടി എന്ത് കൊള്ളാം, ഞാൻ അതാണ് ആലോചിച്ചത്. കിടിലായിട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. അത് എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് നിമിഷ് രവി, പിന്നെ അതുപോലെ ജേക്സ് ബിജോയ്, പിന്നെ ചമ്മൻ ചാക്കോ എഡിറ്റിംഗ് ടെക്നിക്കലി വെരി സൗണ്ട് ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആവട്ടെ, സിനിമാറ്റോഗ്രാഫി ആവട്ടെ, എഡിറ്റിംഗ് ആവട്ടെ, ഡയറക്ഷൻ. ഇതെങ്ങനെയാണ് ഈ മലയാളത്തിൽ ഇതെങ്ങനെയാണ് പുൾ ഓഫ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്ര കിടിലം പടം. അത് നമ്മൾ ഫസ്റ്റ് ഫ്രെയിം കാണുമ്പോ തന്നെ നമുക്കൊരു ഇത് കൊള്ളാലോ എടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെറ്റ് ചെയ്തിരിക്കണതും ബാംഗ്ലൂർ ആ ഒരു ബേസിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുമ്പോ ഒരു ഇന്റർനാഷണൽ ആയിട്ടൊരു അങ്ങനെ ഒരു ഇന്ത്യൻ സിനിമ കാണുന്ന ഒരു സെറ്റിംഗ് പോലെയല്ല നമുക്ക് സാധാരണ നമ്മൾ കണ്ടുവന്ന. അല്ലല്ല, ഒരു ഇന്ത്യൻ സിനിമയിലെ ഒരു സൂപ്പർ ഹീറോ കൊണ്ടുവന്ന് കുത്തിക്കേറ്റുന്ന പോലത്തെ ഇന്റർനാഷണൽ ലെവലിലുള്ള സാധനം. എന്തോന്ന് പറയുമ്പോ ഈ സൈബർ പങ്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് അറ്റ്മോസ്ഫിയറിൽ ഇന്ത്യൻ അറ്റ്മോസ്ഫിയർ എന്ന് തോന്നൂലല്ലേ? അത് തോന്നൂല. അത് കിട്ടില്ല. പിന്നെ നമ്മുടെ മിത്തുകള് ചുമ്മാ വെറുതെ നമ്മളൊരു ഇന്റർനാഷണൽ ഇതല്ല, നമ്മുടെ ഒരു നമ്മളെ അത്രയും റീജിയണൽ ആയിട്ടുള്ള ഒരു സാധനങ്ങളും വെച്ചോണ്ട് നമുക്ക് ആ കൗതുകവും ആ ക്യൂരിയോസിറ്റി ഒക്കെ നമുക്ക് റിവീൽ ആവുമ്പോഴും നമ്മൾ ഞെട്ടും. അത് നമുക്ക് ഒന്ന് പുറത്ത് പറയാൻ പറ്റൂല, എല്ലാം സ്പോയിലർ ആവുന്ന സാധനം. അതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്. നമുക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഇതിലുണ്ട്. ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരുപാട് ട്വിസ്റ്റുകളും ഒരുപാട് നമ്മള് സർപ്രൈസിങ് ക്യാരക്ടറുകളൊക്കെ വരുന്നുണ്ടല്ലേ. ക്യാരക്ടേഴ്സ് വരുന്നു. അത് നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു ഇന്റർവെല്ലിന്റെ അവിടേക്ക് എത്തുമ്പോഴത്തേക്കും കുറെ ക്യാരക്ടേഴ്സ് ഇതൊക്കെ നമ്മള് ഞാൻ പറഞ്ഞില്ലേ, ഒരു മാർവൽ സിനിമയിൽ ഇങ്ങനെ ഓരോരോ അങ്ങനെ ഒരു സാധനങ്ങളാണ് പടപടയെന്ന് പറഞ്ഞത്. പക്ഷെ ഇത് കാണുമ്പോഴേ ആ മ്യൂസിക്കും അല്ലേ, അത് ജേക്സ് ബിജോയ്, അത് എസ്പെഷ്യലി പറഞ്ഞാണ് പുള്ളിയുടെ മ്യൂസിക്. അത് ഈ ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറി പറയുന്ന ഒരു സാധനമുണ്ട്. ആ സമയത്ത് നമുക്ക് രോമാഞ്ചം ഇല്ലേ, അത് കിട്ടില്ല. അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ കൂടെ ഒരു ഇമ്പാക്റ്റ് ആണ്. ജേക്സ് ബിജോയ് ഇപ്പൊ കിടിലല്ലേ എന്ന് വെച്ചാൽ നമ്മള് 2024 ഒരുപാട് സിനിമകൾ നമുക്ക് പറയാൻ ഉണ്ടായിരുന്നു. പക്ഷെ 2025 വന്നപ്പോഴ് നമുക്ക് കുറച്ച് സിനിമകൾ ഹിറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിലും നമുക്ക് എടുത്ത എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാനൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ ഇതൊരു എന്ന് പറഞ്ഞാൽ ഇതൊരു മലയാളത്തിൽ തന്നെ നമുക്കൊരു മലയാളത്തിലൊരു മാസ്റ്റർ പീസ് ആണ്. ഇനി നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന സിനിമകൾക്ക് കുറച്ചുകൂടെ നമുക്കൊരു ഇൻവെസ്റ്റഡ് ആയി. അതെ ഇത് വേണമെങ്കിൽ ദുൽഖർ സൽമാനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ദുൽഖർ സൽമാൻ വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇപ്പോഴത്തെ ഒരു റേഞ്ച് വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വലിയ സ്കെയിലും ഇത്രയും ഇതിലൊക്കെ പോവാം. പക്ഷെ ഒരു മലയാളത്തിൽ തന്നെ അത് ചെയ്ത് നമ്മളെ റൂട്ടിൽ തന്നെ നമ്മുടെ മിത്തുകൾ വെച്ചിട്ടുള്ള ഒരു സാധനം ചെയ്യാന്ന് പറയുന്നത് അത് കിടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഹിന്ദിയിൽ ഇതേപോലെ ഒന്നും ചെയ്തിട്ടില്ല. അല്ല, നമ്മള് കൽക്കിയൊക്കെ എടുക്കൂലേ, എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഇതൊക്കെ ആഡ് ചെയ്ത് അങ്ങനത്തെ ഒരു സാധനം, അതൊക്കെ സൂപ്പർ. അതില് കൽക്കിയിലൊക്കെ ആദ്യമൊക്കെ കുറെ ചളിയൊക്കെ ഉണ്ടല്ലോ, പക്ഷെ അങ്ങനെയല്ല. ഇത് ഒരു ഒട്ടും ഇങ്ങനെ കൊമേഴ്ഷ്യൽ ആവാൻ വേണ്ടി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളെ അതിൽ തന്നെ ഇങ്ങനെ ഇരുത്തും, നമ്മളെ അതിൽ തന്നെ എൻഗേജ് ചെയ്യിച്ചിരിക്കും. രസമുണ്ട്, നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു ഓണത്തിന് വേറൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇതിനേക്കാൾ മേലെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും ഫാന്റസി, അത്രയും സ്കെയിലും. അല്ല, ഇത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്കൊരു മറ്റേ ഡ്രാമ പോലെ അങ്ങനത്തെ ഒരു സാധനമല്ല ഇത്. മസ്റ്റ് വാച്ച് തിയേറ്റർ. കാര്യം മലയാളത്തിൽ ഇങ്ങനെ ഒരു ഫാന്റസി പടമൊക്കെ എടുക്കുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര പാടുമാണ്. അത് ഇങ്ങനെ വലിപ്പിച്ചെടുക്കുന്നത് തന്നെ ഒരു വലിയൊരു സംഭവമാണ്. പിന്നെ കല്യാണി പ്രിയദർശൻ പുള്ളിക്കാരിയും കൊള്ളാം, നന്നായിട്ടുണ്ട്.
നസ്ലിൻ കൊള്ളാം കേട്ടോ. നമ്മുടെ ചന്തു ചന്ദുന് പറയാം, ചന്ദുന്റെ അടുത്ത് പറയട്ടെ. നസ്ലിൻ അടിപൊളി. പിന്നെ നസ്ലിൻ ഭയങ്കര ആ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ടല്ലോ. പുള്ളിയുടെ ക്യാരക്ടറും പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാർഡോ മാർക്കറ്റും അല്ല പുള്ളി നോക്കണം. പുള്ളി നല്ല സിനിമ, നല്ല ക്വാളിറ്റി കണ്ടന്റ് ഉള്ള സിനിമകള് പാർട്ടാവുക, അങ്ങനെയാണ് കൂടുതൽ. നല്ല സിനിമയിൽ ഒരു ടീമിന്റെ അങ്ങനെ ഒരു നമുക്ക് എന്ത് പറയാ, അത് പറയാതിരിക്കാൻ അപ്രീഷിയബിൾ ആണ് ഭയങ്കര. പുള്ളിക്ക് ഒരു സത്യം പറഞ്ഞ ഒരു സ്റ്റാർഡം ഉണ്ട്. എന്നിട്ട് അതില് നിക്കാതെ ആ ഒരു ഏച്ചുകെട്ടൽ ഇല്ലാണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത് ഭയങ്കര കാര്യമാണ്. പുള്ളിയുടെ ഒരു ക്രൗഡ് പുള്ളറാണ് ഇപ്പോഴത്തെ ഒരു ഇതില്. പുള്ളിയുടെ സിനിമയാണെന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു ഇത് ഈഗോ ഒക്കെ മാറ്റി വെച്ചിട്ടുള്ള ഒരു എന്ന് വെച്ചാൽ ഇതില് കല്യാണിക്കാണ് കൂടുതൽ പവറൊന്നുമില്ല. പുള്ളി സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. പക്ഷെ അതില് പുള്ളിയുടെ ചില സംസാരവും അതൊക്കെ നല്ല രസമുണ്ട്. നല്ല ഇതായിട്ട്. പിന്നെ ചന്തുവിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ബാക്കിൽ ഇടുന്ന ഒരു ആന്റി ഇടുന്നു സലീംകുമാർ തന്നെ. അതിഞ്ഞി ചന്തു ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ഐഡന്റിറ്റി ഉണ്ടാക്കിയാലും അത് പാടാണ് കേട്ടോ. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഇരിക്കുന്നു. ഇപ്പം നമ്മൾ അതിൽ ചിരിക്കണ തന്നെ ഇപ്പൊ റെഫറൻസ് കൊടുക്കാൻ പറ്റൂല അങ്ങനെ പറയൂ. അന്ന് പോഡ്കാസ്റ്റ് വന്നപ്പോ പറഞ്ഞില്ലേ, പക്ഷെ പറ്റൂല കേട്ടാ. കാരണം നമുക്ക് സലീം കുമാർ ചെയ്ത ഇതുണ്ടല്ലോ, നമുക്ക് വന്ന് അങ്ങനെയാണ് നമുക്ക് ഭയങ്കരമായിട്ട് ചിരി വരണം. ഓരോ നോട്ടങ്ങളും ഓരോ ഇതും പറയാതിരിക്കാൻ വയ്യ. അത് മറ്റേ ഇങ്ങനെ കാണിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് കറക്റ്റ്. അത് ബാക്കിലിരുന്ന പുള്ളിക്കാരി സലീം കുമാർ. അത് പുള്ളിയും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മറ്റേ അരുൺ കുര്യനെ കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ എന്തായാലും ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇത്ര ക്യാരക്ടേഴ്സേ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫിലാണ് കുറച്ച്, ഫസ്റ്റ് ഹാഫിന്റെ ഇന്റർവെല്ലിന്റെ അവിടെ എത്തുമ്പോഴത്തേക്കും കുറെ ക്യാരക്ടേഴ്സിന് റിവീൽ ചെയ്യും. പിന്നീടാണ് കുറച്ചുകൂടെ ക്യാരക്ടേഴ്സ് ഇൻവോൾവ് ആണ്, ഈ സ്റ്റോറിയിൽ ഇൻവോൾവ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് കൺജസ്റ്റഡ് ആവോന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പ്രോപ്പറായിട്ട് നിർത്തി. നല്ല റൈറ്റിംഗ്, നല്ല ഒരു ഫ്ലോസും നമുക്ക് അങ്ങനെ ഉണ്ടെന്ന് തോന്നൂല. ഒരു ലൂസ് എൻഡോ അങ്ങനെ ഒന്നുമില്ല. ഓരോ ഇത് കാണിച്ചത് നല്ല ചാപ്റ്റർ എൻഡ് ചെയ്തത് നല്ല രീതിയിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു സാധാരണ ഗതിയിൽ ഇപ്പം സെക്കൻഡ് പാർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഇടുന്ന പോലെ അല്ല ഇത്, അങ്ങനെയല്ല. അത് ഈ സിനിമയിൽ തന്നെ ഇത് സെക്കൻഡ് പാർട്ട് ഇനി ഒരു യൂണിവേഴ്സ് ആക്കാനുള്ള സാധനം ഇതിൽ ആദ്യമേ അങ്ങ് നമുക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫോഴ്സ്ഡ് ആയിട്ട് തോന്നുന്നില്ല. സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇതിലുണ്ട്. ഇതിൽ നമുക്ക് ഉറപ്പാണ് ഇത് മലയക്കോട്ടെ വലിപ്പം പോലെ പാർട്ട് 2 ഇങ്ങനെ കാണിക്കണ പോലെ അല്ല, ഇത് ഉറപ്പായിട്ടും പാർട്ട് 2 വരുമെന്നുള്ള കാര്യം ഇത് ഈ സിനിമ കാണുമ്പോൾ അറിയാം. ഈ സിനിമയിൽ പ്രോപ്പർ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ടാണ് അത് പ്രോപ്പർ ആയിട്ട് അവിടെ ചാപ്റ്റർ എൻഡ് എന്നുള്ള രീതിയിൽ കറക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യും. അത് ഭയങ്കര അപ്രീഷിയബിൾ ആണ്. സിനിമ കാണുന്ന ഒരു ശ്രദ്ധിക്കുക, അവസാനം എൻഡ് ക്രെഡിറ്റ് ഉണ്ട്. അതെ നമ്മള് വിചാരിച്ചു ഇനി കാണോ ഇല്ലെന്ന് വെച്ച് ഇങ്ങനെ ഇരുന്നതാണ്. കുറെ പേര് ഇറങ്ങിപ്പോയി. അതൊരു എൻഡ് ക്രെഡിറ്റ് ഉണ്ട്. അപ്പൊ വിചാരിക്കുക അത് കഴിഞ്ഞിട്ട് തീരുമെന്ന് വിചാരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടും ഉണ്ട്. മനസ്സിലാക്കുക. അതാ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ഇപ്പം ഇറങ്ങിയ തണ്ടർ ബോൾട്സ് ഒഴികെ ഇറങ്ങിയ മാർവൽ സിനിമകൾ കണ്ടില്ലേ, അത് അതിനെയൊക്കെ വെച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ സ്കെയിലിൽ ഇറങ്ങിയിട്ട് അത് കൊള്ളൂല. പക്ഷെ ഇത് ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ഒരു പഴയ മാർവൽ സിനിമയുടെ ഒരു ഫീലും ഇതൊരു ഇപ്പോഴത്തെ ഒരു മാർവൽ പടങ്ങൾ കുറച്ചുകൂടെ കൊമേഡിക്കാക്കി ഇത് അങ്ങനെയല്ല. ഇത് ഒരു റീജിയണൽ മലയാള സിനിമയെന്ന് ഒരു ഇന്ത്യൻ സിനിമ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും വൃത്തിയായിട്ട് ഒരു സൂപ്പർ ഹീറോ എന്ന് വെച്ചാൽ കൊളാക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇന്ത്യയിലൊക്കെ. പക്ഷെ ഇത്രയും സൂപ്പറായിട്ട് ഒരു വൃത്തിക്ക് എടുത്ത ഒരു സാധനം മിന്നൽ മുരളി കഴിഞ്ഞു കഴിഞ്ഞാൽ, മിന്നൽ മുരളിയിലാണെങ്കിലും കുറെ ലോക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. മിന്നൽ മുരളിയുടെ ഒരു അറ്റ്മോസ്ഫിയർ വേറെ, അതൊരു നാട്ടിൻ പ്രദേശം എന്നുള്ള രീതിയിലുള്ള ഒരു നാട്ടിൻ പ്രദേശത്ത് ഒരു പവർ കിട്ടുമ്പോ എങ്ങനെയായിരിക്കും അങ്ങനത്തെ ഒരു ബിഹേവിയർ ആണ് കാണിക്കുന്നത്. ഇത് അങ്ങനെയല്ല. ഇതില് ഒരു വേറെ സാധനമാണ്. ഇത് പ്രോപ്പർ ആയിട്ട് ഒരു സൂപ്പർ ഹീറോ എന്നുള്ള രീതിയിൽ നമ്മൾ പുറത്തൊക്കെ എങ്ങനെയാണോ ഒരു സൂപ്പർ ഹീറോ ഒരു സ്ഥലത്ത് വരുമ്പോ എങ്ങനെയാണ് ബാക്കിയുള്ളവർ പെരുമാറുന്നത്, അത്രയും കൗതുകമുള്ള ഒരു സ്റ്റോറിയും ആ ഒരു നമ്മൾ അത് കൊണ്ടുവന്നേക്ക് അത് നമ്മള് ഇതൊക്കെ അവർ ആലോചിച്ചെടുത്തല്ലോ എന്ന് ആലോചിക്കും. അതെ
അത് സത്യം. ഇത് നമുക്ക് ഒരുപാട് ഇങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒതുക്കി ഒതുക്കി പറയുന്നത്. റിവീൽ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, കാരണം ഇത് ചന്തു പോഡ്കാസ്റ്റിൽ വന്നുകൊണ്ട് നമ്മൾ അങ്ങനെ ഭയങ്കര സെറ്റപ്പാണ് പറഞ്ഞ അല്ല. ജെനുവൻലി ഇങ്ങനെ തള്ളൂലല്ലോ, ഇങ്ങനെ തള്ളൂല്ല. അല്ല, ഇങ്ങനെ തള്ളാൻ പറ്റൂല. ഇത് എനിക്ക് തോന്നുന്നത് എല്ലാ റിവ്യൂവേഴ്സും പറയും എന്താണ് ഇല്ല, അത് തന്നെ എല്ലാ റിവ്യൂസും അത്രയും സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു സിനിമയാണ്. ഞാൻ എന്ന് വെച്ചാൽ ഷോക്കായി പോയി. സിനിമയെ നമ്മൾ കയറുമ്പോ ടിക്കറ്റ് എടുത്ത് അകത്തിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്, നമുക്ക് കിട്ടിയത് ഷോക്കായി പോയി. എനിക്ക് ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ ഇത് വേറെ സെറ്റപ്പ്, ഇത് വേറെ സെറ്റപ്പ് ആണ് എന്ന് എനിക്ക് മനസ്സിലായി. അത് കിടില. പിന്നെ കല്യാണി പ്രിയദർശൻ പുള്ളിക്കാരുടെ ആക്ഷൻ കമാൻഡബിൾ ആണ് കേട്ടോ, നന്നായിട്ട് ആക്ഷൻ ചെയ്യും. പിന്നെ ഗൈസ്, നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞാല് കഥ റിവീൽ ആയി, അതുകൊണ്ടാണ് നമ്മൾ അധികം അങ്ങനെ പറയാണ്ട് എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ. കാരണം അത് ഇതില് അങ്ങനെ ഒരു കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു എക്സ്പീരിയൻസ് വേറെ സിനിമ പോലെയല്ല, ഇതിൽ പോവും. ഇത് സ്പോയിലർ ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ ആ ഫസ്റ്റ് ഷോ FDFS കണ്ടുകൊണ്ടാണ് ഇത്രയും ഒരു സർപ്രൈസും ഇത്രയും ഒരു ഇത്. അപ്പോഴേ ഉടനെ തന്നെ നിങ്ങൾ ഈ ട്വിസ്റ്റുകളും ഇതൊന്നും കേൾക്കാണ്ട് നിങ്ങൾ നേരെ സ്പോയിലർ ഒന്നും കേൾക്കാണ്ട് നിങ്ങൾ നേരെ തിയേറ്ററിൽ പോവുക, എക്സ്പീരിയൻസ് ചെയ്യാം. അതെ, അത് പ്രോപ്പർ ഒരു നല്ല തിയേറ്ററിൽ പോയി കാണണം. പറയാം, നല്ല സൗണ്ട് സിസ്റ്റവും നല്ല സ്ക്രീനൊക്കെ ഉള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. സോ ഗൈസ്, അപ്പോ ഹാറ്റ്സ് ഓഫ് ടു ഡൊമിനിക് അരുൺ. അതെ, പറയാതിരിക്കാൻ വയ്യ. ഇനി ഫുൾ ഓഫ് ചെയ്തതല്ലോ, അത് പറയാതിരിക്കാൻ വയ്യ. പുള്ളി ഇനി ഒരു ബ്രാൻഡ് ആവും, ഉറപ്പാണ്. ഒരു യൂണിവേഴ്സ് തന്നെ ഇവിടെ ഉണ്ടാക്കും, യൂണിവേഴ്സിനെ ഉണ്ടാക്കും. പിന്നെ ഇതില് ദുൽഖർ സൽമാൻ വേഫർ ഫിലിംസിന് അപ്രീഷിയേറ്റ് കൊടുക്കണം. ഇങ്ങനെ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്തല്ലോ, നമുക്ക് തന്നല്ലോ. വെരി വെരി നന്ദി മാത്രം. കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു ഇത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്കൊരു സിനിമ ആസ്വാദകർക്ക് തന്നതിന് താങ്ക് യു ഡൊമിനിക് അരുൺ. താങ്ക് യു. 1000 പൂച്ചെണ്ടുകൾ. അപ്പൊ അതത്രയും പറഞ്ഞുകൊണ്ട് നമ്മള് ഈ ഒരു ലോകയുടെ ഒരു നമ്മുടെ ഒപ്പീനിയൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പൊ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണുക, സ്പോയിലർ ചെയ്യാതിരിക്കുക, അതാണ് പറയാനുള്ളത്. അപ്പോ ഇനിയിപ്പോ ഓണത്തിന് വേറെയും സിനിമകളൊക്കെ റിലീസ് ആയിട്ടുണ്ട്, അത് നമ്മൾ കാണും. അത് നമ്മൾ റിവ്യൂ ആയിട്ട് ചിലപ്പോ എടുക്കൂല, ഒരു പോഡ്കാസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ നമുക്ക് പറയാം, ഓണം റിലീസുകളെ പറ്റി പറയാം. ഓക്കെ, അപ്പൊ അത് അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പൊ അടുത്തൊരു എപ്പിസോഡ് കാണുമ്പോഴേക്കും ബൈ.